ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1925 ദിവസമായ ഇന്ന് 2026 ആഗസ്റ്റ് മാസം 22 തീയതി ശനിയാഴ്ച. 1202 ആണ്ട് ചിങ്ങമാസം 6 തീയതി. ഗുരുവചനങ്ങളിലൂടെ രോഗമില്ലാത്ത ശിശുക്കളുടെ ജനനത്തിനു വേണ്ടി പുരുഷന്റെ ആരോഗ്യത്തെ പരിശോധിക്കേണ്ടതാകുന്നു. ഭാര്യയുടെ അച്ഛനും അമ്മയും പുതിയ ഭാര്യാഭർത്താക്കന്മാർക്ക് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ ഉപദേശിച്ചു കൊടുക്കേണ്ടതാകുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരങ്ങൾ എന്ന പുസ്തകത്തിൽ സാധന എന്ന് വിവരിക്കുന്നതിൻ്റെ 41 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സമീപന രീതിയിലുള്ള ഈ നിഷ്കർഷത ഗുരുവിൻ്റെ കൃതികളിൽ എവിടെയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നർമ്മരസം തുളുമ്പുന്ന അവിടുത്തെ സംഭാഷണങ്ങളാകട്ടെ എക്കാലത്തും എവിടെയുമുള്ള മഹാത്മാക്കളിൽ മാത്രം കാണാവുന്ന തരത്തിലുള്ള ഉത്തമ ബോധ്യമുള്ള സുനിശ്ചിതത്വത്തിൻ്റെ സ്പർശനമുള്ളതായിരുന്നു. എത്രയോ കാലമായി വേദാന്ത സമ്പ്രദായത്തിൽ പറഞ്ഞു പോരാറുള്ള ജീവാത്മാവ്, പരമാത്മാവ് എന്നിവയെ ചേർത്ത് വച്ച് ഈ ഭേദഭാവനയ്ക്കതീതമായി നിന്നുകൊണ്ട് ആത്മാവിനെ അടുത്ത് ചെന്ന് തൊട്ടുനോക്കുന്നത് പോലെ ഗുരു ആത്മോപദേശ ശതകത്തിൽ പരിശോധിക്കുന്നത് നോക്കുക. ഇരുളിലിരിപ്പവനാര് ചൊൽക നീ എന്നൊരുവനുരപ്പത് കേട്ടു താനുമേവം അറിവതിനായവനോടു നീയുമാരെന്നരുളുമിതിൻ പ്രതിവാക്യമേകമാകും. അഹമഹമെന്നരുളുന്നതൊക്കെയാരായുകിലകമേ പലതല്ലതേകമാകും. അകലുമഹന്തയനേകമാകയാലീതുകയിലഹം പൊരുളും തുടർന്നിടുന്നു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.